Then BOD, biochemical oxygen demand. Biochemical oxygen demand. എക്സാമിന് 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളതാണ്. എന്താണ് BOD? പിന്നെ ഇപ്രാവശ്യത്തെ S1 ചോദിച്ചത് BODയും CODയും തമ്മിലുള്ള ഡിഫറൻസസ് ആയിരുന്നു. ഡെഫിനിഷൻ പഠിക്കാം. Amount of oxygen required by aerobic bacteria and other microorganisms for the biochemical oxidation of organic matters present in sewage water under aerobic condition at 20 degrees Celsius for 5 days. Amount of oxygen required by aerobic bacteria and other microorganisms. Aerobic bacteria ഓക്സിജന്റെ പ്രസൻസിൽ ലിവ് ചെയ്യുന്ന ബാക്ടീരിയ ആണ്. സോ ആ ബാക്ടീരിയക്കൊക്കെ റിക്വയർഡ് ആയിട്ടുള്ള എമൗണ്ട് ഓഫ് ഓക്സിജൻ എന്തിനു വേണ്ടി? ഫോർ ദ ബയോകെമിക്കൽ ഓക്സിഡേഷൻ ഓഫ് ഓർഗാനിക് മാറ്റേഴ്സ് പ്രസന്റ് ഇൻ സീവേജ് വാട്ടർ. സീവേജ് വാട്ടറിൽ പ്രസന്റ് ആയിരിക്കുന്ന സീവേജ് വാട്ടറിലുള്ള ഓർഗാനിക് മാറ്റേഴ്സിന്റെ ബയോകെമിക്കൽ ഓക്സിഡേഷന് വേണ്ടി ഉള്ള ഓക്സിജന്റെ എമൗണ്ട്. ഇനി അവിടെ ഒരു കണ്ടീഷൻ പറയുന്നുണ്ട്, അണ്ടർ എയറോബിക് കണ്ടീഷൻ അറ്റ് 20 ഡിഗ്രി സെൽഷ്യസ് ഫോർ 5 ഡേയ്സ്. നമ്മുടെ സീവേജ് വാട്ടർ എയറോബിക് കണ്ടീഷനിൽ 20 ഡിഗ്രി സെൽഷ്യസ് 5 ഡേയ്സ് നമ്മൾ വെക്കുന്നു. സീവേജ് വാട്ടർ എയറോബിക് കണ്ടീഷനിൽ ഓക്സിജന്റെ പ്രസൻസിൽ 20 ഡിഗ്രി സെൽഷ്യസിൽ 5 ഡേയ്സ് വെക്കുന്നു. ആ 5 ഡേയ്സ് കൊണ്ട് ആ സീവേജ് വാട്ടറിലുള്ള ഓർഗാനിക് മാറ്റേഴ്സിന് ഓക്സിഡേഷൻ നടക്കുന്നു. ആ ബയോകെമിക്കൽ ഓക്സിഡേഷന് വേണ്ടി എയറോബിക് ബാക്ടീരിയയ്ക്കും ഇതുപോലെയുള്ള മൈക്രോ ഓർഗാനിസംസിനും എത്ര എമൗണ്ട് ഓക്സിജൻ റിക്വയർഡ് ആണ്, അതാണ് BOD, ബയോകെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ്. എങ്ങനെയാണ് ഈ BOD, എന്താണ് ഈ BODയുടെ സിഗ്നിഫിക്കൻസ്? ഗ്രേറ്റർ ഇസ് ദ BOD, ഗ്രേറ്റർ ദ പൊല്യൂഷൻ. BODയുടെ വാല്യൂ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് പൊല്യൂഷൻ ഇൻക്രീസ്ഡ് ആണെന്നാണ് പറയുക. എന്തുകൊണ്ടാണ് BODയുടെ വാല്യൂ ഇൻക്രീസ് ചെയ്യുമ്പോൾ പൊല്യൂഷൻ ഹയർ ആണെന്ന് പറയുന്നത്? വി നോ BOD is the oxygen required for biochemical oxidation of organic matters. ഓർഗാനിക് മാറ്റേഴ്സിന്റെ ഓക്സിഡേഷന് വേണ്ടിയിട്ടുള്ള എമൗണ്ട് ഓഫ് ഓക്സിജൻ ആണ് BOD. അത് ഹയർ ആണ് എന്ന് വെച്ചാൽ അത്രയും ഹയർ എമൗണ്ട് ഓക്സിജൻ ഓക്സിഡേഷന് വേണം. ദാറ്റ് മീൻസ് ലാർജർ ദ കോൺസെൻട്രേഷൻ ഓഫ് ഓർഗാനിക് മാറ്റർ. അത്രയും അധികം ഓർഗാനിക് മാറ്റർ ആ സീവേജ് വാട്ടറിൽ പ്രസന്റ് ആണ്. അതുകൊണ്ട് അത്രയും എമൗണ്ട് ഓക്സിജൻ റിക്വയർഡ് ആണ്. That means higher value of BOD. If higher the value of BOD, greater is the pollution. And the unit of BOD, that is milligram per liter or ppm. ഈ രണ്ട് കാര്യങ്ങളും ക്ലിയർ ആണോ? ഡെഫിനിഷനും പിന്നെ ഈ BODയുടെ വാല്യൂ പൊല്യൂഷനും തമ്മിലുള്ള റിലേഷനും അത് ക്ലിയർ ആണോ? ഡെഫിനിഷൻ ചോദിച്ചാൽ അതിലെ ഇമ്പോർട്ടന്റ് പോയിന്റ്സ് എല്ലാം നമ്മൾ എഴുതണം. എയറോബിക് ബാക്ടീരിയ, ബയോകെമിക്കൽ ഓക്സിഡേഷൻ ഓഫ് ഓർഗാനിക് മാറ്റേഴ്സ്, എയറോബിക് കണ്ടീഷൻ 20 ഡിഗ്രി സെൽഷ്യസ് ഫോർ 5 ഡേയ്സ്. എല്ലാ ടേംസും എഴുതണം. What is the significance of BOD? We can determine the extent of pollution using value of BOD. BODയുടെ വാല്യൂയിൽ നിന്ന് പൊല്യൂഷന്റെ എക്സ്റ്റെന്റ് ഡിറ്റർമിൻ ചെയ്യാം. പറഞ്ഞു, ഹയർ ദ BOD, ഹയർ ദ പൊല്യൂഷൻ. And useful in designing of water treatment plants.
സീവേജ് വാട്ടറിന്റെ ട്രീറ്റ്മെന്റ് മീൻസ് അതിലുള്ള ഇംപ്യൂരിറ്റീസിനെ റിമൂവ് ചെയ്യാനുള്ള പ്ലാൻസ് ഡിസൈൻ ചെയ്യാൻ BOD യൂസ് ചെയ്യുന്നു. അതിലുള്ള ഓക്സിജന്റെ എമൗണ്ട്, ആ സീവേജ് വാട്ടറിലുള്ള ഓക്സിജന്റെ എമൗണ്ടിനെ എങ്ങനെയൊക്കെ ചെക്ക് ചെയ്യാം, അതിനനുസരിച്ചുള്ള വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാൻസ് ഡിസൈൻ ചെയ്യാം. Then how to estimate BOD? ഡിസോൾഡ് ഓക്സിജൻ പറഞ്ഞപ്പോൾ അവിടെ ഡിസോൾഡ് ഓക്സിജൻ ഡെഫിനിഷൻ പറഞ്ഞിരുന്നു. അതുപോലെ ഡിസോൾഡ് ഓക്സിജൻ എങ്ങനെ എസ്റ്റിമേറ്റ് ചെയ്യാം. ഇവിടെ BOD ഡെഫിനിഷൻ, എങ്ങനെ BOD എസ്റ്റിമേറ്റ് ചെയ്യാം. Estimation of BOD. First, take non-volume of sewage water sample in a bottle and mix it with appropriate amount of fresh water. നമ്മളൊരു നോൺ വോളിയം സീവേജ് വാട്ടർ എടുക്കുന്നു, അതിലേക്ക് ഫ്രഷ് വാട്ടർ, പ്യൂർ വാട്ടർ മിക്സ് ചെയ്യുന്നു. Then we have to measure dissolved oxygen in that sample using oxygen meter or titration. Measuring dissolved oxygen, നിങ്ങൾ എക്സാമിന് DO എന്ന് എഴുതരുത്, ഡിസോൾഡ് ഓക്സിജൻ എന്ന് തന്നെ എഴുതണേ. Dissolved oxygen using dissolved oxygen meter or titration. Okay. എന്തായിരുന്നു ടൈട്രേഷൻ? ഡിസോൾഡ് ഓക്സിജന്റെ ടൈട്രേഷൻ. ഡിസോൾഡ് ഓക്സിജൻ എസ്റ്റിമേറ്റ് ചെയ്യാനുള്ള ടൈട്രേഷൻ ഏതായിരുന്നു? ഡിസോൾഡ് ഓക്സിജൻ എസ്റ്റിമേറ്റ് ചെയ്യുന്നത് ഏത് മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ്? ഡിസോൾഡ് ഓക്സിജൻ എസ്റ്റിമേഷൻ. ഡിസോൾഡ് ഓക്സിജൻ ഏത് മെത്തേഡ്? ഓക്കെ, വിംഗ്ലേഴ്സ് മെത്തേഡ് ആണ്. അതാണ് ആ ടൈട്രേഷൻ കൊണ്ട് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. നിങ്ങൾ ലാബ് എക്സാമിന് വേണ്ടി പഠിച്ചതല്ലേ? Then this solution is kept in a closed bottle at 20 degrees Celsius for 5 days. നമ്മുടെ സീവേജ് വാട്ടർ എടുത്തു, അതിലേക്ക് ഫ്രഷ് വാട്ടർ മിക്സ് ചെയ്തു, ദെൻ ഡിസോൾഡ് ഓക്സിജൻ എസ്റ്റിമേറ്റ് ചെയ്തു. ഇനി ആ സാമ്പിളിനെ ഒരു 5 days 20 ഡിഗ്രി സെൽഷ്യസിൽ അൺഡിസ്റ്റർബ്ഡ് ആയിട്ട് വെക്കുകയാണ്. 20 ഡിഗ്രി സെൽഷ്യസിൽ 5 days. എന്താണ്? അതിനെയാണ് ഇൻക്യുബേഷൻ പീരിയഡ് എന്ന് പറയുന്നത്. 5 days at 20 ഡിഗ്രി സെൽഷ്യസ്, അതിനെയാണ് ഇൻക്യുബേഷൻ പീരിയഡ് എന്ന് പറയുന്നത്. ആ ഇൻക്യുബേഷൻ പീരിയഡിന് ശേഷം again we are estimating dissolved oxygen using dissolved oxygen meter or titration. So ആ ഇൻക്യുബേഷൻ പീരിയഡിന് മുമ്പും ഇൻക്യുബേഷൻ പീരിയഡിന് ശേഷവും 5 days ഇനീഷ്യലി ഡിസോൾഡ് ഓക്സിജൻ എസ്റ്റിമേറ്റ് ചെയ്യുന്നു. 5 days എന്നുള്ള ഇൻക്യുബേഷൻ പീരിയഡിന് ശേഷവും ഡിസോൾഡ് ഓക്സിജൻ എസ്റ്റിമേറ്റ് ചെയ്യുന്നു. അതിന്റെ ബേസിസിലാണ് BOD കാൽക്കുലേറ്റ് ചെയ്യുന്നത്. Calculate BOD of the sample from the difference in DO concentration before and after incubation using this equation. BOD equal to D1 minus D2 into volume of sample after dilution divided by volume of sample before dilution. ആ ഇക്വേഷൻ നോട്ട് ചെയ്യണം. അത് യൂസ് ചെയ്തിട്ടുള്ള ന്യൂമറിക്കൽസ് ചോദിക്കാം. D1 minus D2 into volume of sample after dilution divided by volume of sample before dilution. എന്താണ് D1? എന്താണ് D2? D1 is the dissolved oxygen of sample in milligram per liter at the beginning of the experiment. സീവേജ് വാട്ടറിലേക്ക് നമ്മൾ ഫ്രഷ് വാട്ടർ മിക്സ് ചെയ്ത് ഡിസോൾഡ് ഓക്സിജൻ എസ്റ്റിമേറ്റ് ചെയ്യുന്നുണ്ട്.
ആ ഡിസോൾവ്ഡ് ഓക്സിജൻ ആണ് D1. What is D2? Dissolved oxygen of sample in milligram per liter after 5 days. ആ ഇൻക്യുബേഷൻ പീരിയഡിന് ശേഷം കാൽക്കുലേറ്റ് ചെയ്യുന്ന ഡിസോൾവ്ഡ് ഓക്സിജൻ ആണ് D2. Then what is volume of sample after dilution? ഇതെന്താ വോളിയം ഓഫ് സാമ്പിൾ ആഫ്റ്റർ ഡൈല്യൂഷൻ? ഇവിടെ എവിടെയാ ഡൈല്യൂഷൻ വന്നത്? ഫ്രഷ് വാട്ടർ ആയിട്ട് മിക്സ് ചെയ്ത് തരാം. യെസ്, നമ്മളൊരു നോൺ വോളിയം സീവേജ് വാട്ടർ എടുത്തു, അതിലേക്ക് ഫ്രഷ് വാട്ടർ മിക്സ് ചെയ്തു. അതാണ് ഡൈല്യൂഷൻ കൊണ്ട് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. സോ വോളിയം ഓഫ് സാമ്പിൾ ആഫ്റ്റർ ഡൈല്യൂഷൻ എന്ന് വെച്ചാൽ വോളിയം ഓഫ് സീവേജ് വാട്ടർ പ്ലസ് വോളിയം ഓഫ് ഫ്രഷ് വാട്ടർ. വോളിയം ഓഫ് സാമ്പിൾ ആഫ്റ്റർ ഡൈല്യൂഷൻ ഈക്വൽ ടു വോളിയം ഓഫ് സീവേജ് വാട്ടർ പ്ലസ് വോളിയം ഓഫ് ഫ്രഷ് വാട്ടർ. ആൻഡ് വോളിയം ഓഫ് സാമ്പിൾ ബിഫോർ ഡൈല്യൂഷൻ അതെന്താണ്? വോളിയം ഓഫ് സാമ്പിൾ ബിഫോർ ഡൈല്യൂഷൻ അത് ഏതിന്റെ വോളിയാണ്? അത് ഏതിന്റെ വോളിയാണ്? ടേക്ക് എ നോൺ വോളിയം ഓഫ് സീവേജ് വാട്ടർ. സീവേജ് വാട്ടറിന്റെ വോളിയം ആണ് ആ വോളിയം ഓഫ് സാമ്പിൾ ബിഫോർ ഡൈല്യൂഷൻ. ഡൈല്യൂഷനിലാണ് നമ്മൾ സീവേജ് വാട്ടറിലേക്ക് ഫ്രഷ് വാട്ടർ ആഡ് ചെയ്യുന്നത്. വോളിയം ഓഫ് സാമ്പിൾ ബിഫോർ ഡൈല്യൂഷൻ എന്ന് പറയുന്നത് സീവേജ് വാട്ടറിന്റെ വോളിയാണ്. ഡൗട്ട് ഉണ്ടോ? No response. Okay. അതിന്റെ ഒരു പ്രോബ്ലം ചെയ്യാം. ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തോളൂ. അത് സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഡയറക്റ്റ് വാല്യൂസ് തന്നിട്ടുണ്ട്. അത് സ്ക്രീൻഷോട്ട് എടുത്ത് ഹോംവർക്ക് ആയിട്ട് ചെയ്തോളൂ. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് ഇപ്പൊ സോൾവ് ചെയ്യാം. സ്ക്രീൻഷോട്ട് എടുത്തല്ലോ അല്ലേ? ഓക്കെ. ഈ ക്വസ്റ്റ്യൻ എഴുതിക്കോളൂ. കാൽക്കുലേറ്റ് the BOD of the water sample containing 60 milligram of carbohydrate per liter. Question note ചെയ്തോ? Calculate the BOD of the water sample containing 60 milligram of carbohydrate per liter. Okay. കാർബോഹൈഡ്രേറ്റ് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. കാർബോഹൈഡ്രേറ്റിന്റെ ഫോർമുല CH2O. അത് ഗ്ലൂക്കോസ് ആണോ ഫ്രക്ടോസ് ആണോ സുക്രോസ് ആണോ എന്നൊന്നും പറഞ്ഞിട്ടില്ല. കാർബോഹൈഡ്രേറ്റ് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇതെങ്ങനെ സോൾവ് ചെയ്യാം? എന്താണ് BOD? സീവേജ് വാട്ടറിൽ പ്രസന്റ് ആയിരിക്കുന്ന ഓർഗാനിക് മാറ്ററിന്റെ ബയോകെമിക്കൽ ഓക്സിഡേഷന് റിക്വയർഡ് ആയിട്ടുള്ള ഓക്സിജന്റെ എമൗണ്ട് ആണ് BOD. സീവേജ് വാട്ടറിൽ പ്രസന്റ് ആയിരിക്കുന്ന ഓർഗാനിക് മാറ്ററിന്റെ ബയോകെമിക്കൽ ഓക്സിഡേഷന് റിക്വയർഡ് ആയിട്ടുള്ള ഓക്സിജന്റെ എമൗണ്ട് ആണ് BOD. ഇവിടെയുള്ള ഓർഗാനിക് മാറ്റർ ഏതാണ്? ദാറ്റ് ഈസ് കാർബോഹൈഡ്രേറ്റ്. അതിന്റെ ഓക്സിഡേഷൻ എങ്ങനെയാണ് പ്രോസസ്? CH2O plus O2, that is oxidation, addition of oxygen. ഓക്സിഡേഷൻ. എന്താണ് നമ്മുടെ പ്രൊഡക്റ്റ്? കാർബോഹൈഡ്രേറ്റിന്റെ ഓക്സിഡേഷൻ പ്രൊഡക്റ്റ് കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും ആണ്. ചെറിയ ക്ലാസ്സിലൊക്കെ നമ്മൾ പഠിക്കുന്ന ഇക്വേഷൻസ് ആണ്.
കാർബോഹൈഡ്രേറ്റിന്റെ ഓക്സിഡേഷൻ, അതിന്റെ പ്രൊഡക്ട്സ് കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് വാട്ടർ ആയിരിക്കും. ആൻഡ് ഈ പറഞ്ഞിരിക്കുന്ന കാർബോഹൈഡ്രേറ്റ് ദാറ്റ് ഈസ് ഓർഗാനിക് മാറ്റർ, അതിന്റെ മോളിക്കുലർ മാസ് എത്രയാണ്? അതിന്റെ മോളിക്കുലർ മാസ് എത്രയാണ്? CH2O 30. കാർബൺ 12 gram ആണ്, 12 gram per mole. ഹൈഡ്രജൻ, there are 2 hydrogen atoms. ഒരു ഹൈഡ്രജൻ ആറ്റത്തിന്റെ അറ്റോമിക് മാസ് 1 gram per mole ആണ്. 2 ഹൈഡ്രജൻ ആറ്റം ഉള്ളത് കൊണ്ട് 2. ഓക്സിജന്റെയോ? ഓക്സിജന്റെയോ? 16. Yes, 16 gram per mole. So totally 30 gram. Okay. ആ കാർബോഹൈഡ്രേറ്റിന്റെ മാസ് ദാറ്റ് ഇസ് 30 gram. ആ 30 gram കാർബോഹൈഡ്രേറ്റ് എത്ര ഗ്രാം ഓക്സിജനുമായിട്ടാണ് റിയാക്ട് ചെയ്യുന്നത്? Two. 16 into 2. 32. 2 into 16. This is 30. And it reacts with 2 oxygen atoms. അതുകൊണ്ട് 16 into 2. 32. 30 gram of CH2O, that is carbohydrate. ഈ 30 വന്നത് കാർബോഹൈഡ്രേറ്റിന്റെ മാസ് ആണ്. 30 gram of CH2O reacts with 32 gram of oxygen. There are 2 oxygen atoms. ഒരു ഓക്സിജൻ ആറ്റത്തിന്റെ അറ്റോമിക് മാസ് 16 gram ആണെന്ന് അറിയാം. There are 2 oxygen atoms, therefore 32 gram of oxygen. And നമ്മളോട് ക്വസ്റ്റ്യനിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ആ വാട്ടർ സാമ്പിളിൽ 60 milligram കാർബോഹൈഡ്രേറ്റ് ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്, അല്ലെ? 30 gram കാർബോഹൈഡ്രേറ്റിന് 32 gram ഓക്സിജൻ. 60 milligram കാർബോഹൈഡ്രേറ്റിന് എത്ര മില്ലിഗ്രാം ഓക്സിജൻ? 30 gram കാർബോഹൈഡ്രേറ്റിന് 32 gram ഓക്സിജൻ. യൂണിറ്റ് ശ്രദ്ധിക്കുക, 32 gram ആണ്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് 60 milligram ആണ്. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാൻ അറിയില്ലേ? യെസ്. എത്രയാണ്? 64 gram ആണോ മില്ലിഗ്രാം ആണോ? ഗ്രാം ആണോ മില്ലിഗ്രാം ആണോ? മില്ലിഗ്രാം. ഡൗട്ട് ഉണ്ടോ അതില്?
60 milligram ആണ്, 32 gram ആണ്, 30 gram ആണ്. 60 milligram കാർബോഹൈഡ്രേറ്റിന്റെ ഓക്സിഡേഷന് 64 milligram ഓക്സിജൻ റിക്വയർഡ് ആണ്. ക്വസ്റ്റ്യനിൽ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് പെർ ലിറ്റർ ഓഫ് വാട്ടർ ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. Therefore, BOD of water sample equal to 64 milligram per liter or 64 ppm. ഇവിടെ യൂണിറ്റ് മില്ലിഗ്രാമിൽ വന്നതുകൊണ്ടാണ് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് 64 എന്ന് തന്നെ എഴുതാൻ കഴിയുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ, അതിലെ ആദ്യത്തെ പ്രോബ്ലം ഞാൻ സ്ക്രീൻഷോട്ട് എടുക്കാൻ പറഞ്ഞ പ്രോബ്ലം ഡയറക്റ്റ്ലി നിങ്ങൾക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാവുന്നതാണ്. ആ ഇക്വേഷനിലേക്ക് ഡയറക്റ്റ്ലി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻ ആണ്. അത് സിമ്പിൾ ആണ്, ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. കിട്ടിയില്ലെങ്കിൽ നാളെ ഡിസ്കസ് ചെയ്യാം. സോ DO പറഞ്ഞു, BOD പറഞ്ഞു, നെക്സ്റ്റ് COD കെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ്. BOD ബയോ കെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് ആയിരുന്നു, COD കെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ്. ഡെഫിനിഷൻ പഠിക്കാം. മെഷർമെന്റ് ഓഫ് ഓക്സിജൻ required for the complete oxidation of organic matter present in sewage water in the presence of strong chemical oxidizing agent. Measure of oxygen required for the complete oxidation of organic matter present in sewage water in the presence of a strong chemical oxidizing agent. സീവേജ് വാട്ടറിലുള്ള എല്ലാ ഓർഗാനിക് മാറ്ററിന്റെ കംപ്ലീറ്റ് ഓക്സിഡേഷൻ, ആ ടേം അവിടെ ഇമ്പോർട്ടന്റ് ആണ്. കംപ്ലീറ്റ് ഓക്സിഡേഷൻ. സീവേജ് വാട്ടറിലുള്ള ഓർഗാനിക് മാറ്ററിന്റെ കംപ്ലീറ്റ് ഓക്സിഡേഷന് റിക്വയർഡ് ആയിട്ടുള്ള ഓക്സിജന്റെ എമൗണ്ട് ആണ് COD. ഇവിടെ എന്താണ്, ബാക്ടീരിയ ആണോ? അല്ല. ഇൻ ദ പ്രസൻസ് ഓഫ് എ സ്ട്രോങ് കെമിക്കൽ ഓക്സിഡൈസിങ് ഏജന്റ്. ഒരു ഓക്സിഡൈസിങ് ഏജന്റിന്റെ പ്രസൻസിൽ ഓർഗാനിക് മാറ്ററിന്റെ കംപ്ലീറ്റ് ഓക്സിഡേഷന് എത്ര എമൗണ്ട് ഓക്സിജൻ റിക്വയർഡ് ആണ്? ദാറ്റ് ഇസ് COD. And it involves oxidation of both biologically oxidizable and inert materials. COD യിലെ ഓക്സിജൻ മെഷർമെന്റ് എടുക്കുന്നത് ബയോളജിക്കലി ഓക്സിഡൈസ് ചെയ്യാൻ കഴിയുന്ന മെറ്റീരിയൽസിന്റെയും ഇനേർട്ട് ആയിട്ടുള്ള മെറ്റീരിയൽസിന്റെയും ഓക്സിഡേഷൻ ആണ്. ഇതാണ് കംപ്ലീറ്റ് ഓക്സിഡേഷൻ എന്നുള്ളത് കൊണ്ട് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ബയോളജിക്കലി ഓക്സിഡൈസ് ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയൽസിനും ഇനേർട്ട് ആയിട്ടുള്ള മെറ്റീരിയൽസിനെയും ഓക്സിഡൈസ് ചെയ്യാൻ ഇത്ര എമൗണ്ട് ഓക്സിജൻ. അങ്ങനെയാണെങ്കിൽ വാട്ട് അബൌട്ട് ദ വാല്യൂ ഓഫ് COD ആൻഡ് BOD? BODയുടെയും CODയുടെയും വാല്യൂസ് കമ്പയർ ചെയ്താൽ വിച്ച് വിൽ ബി ഹയർ? COD ആണോ BOD ആണോ? COD will be higher. എന്തുകൊണ്ടായിരിക്കും? In COD it involves oxidation of both biologically oxidizable and inert materials. BOD എന്തായിരുന്നു? inert materialsന്റെ oxidation ഉണ്ടായിരുന്നോ? BOD biochemical oxygen demand. അതിൽ ഇനേർട്ട് മെറ്റീരിയൽസിന്റെ ഓക്സിഡേഷനെ കുറിച്ച് പറഞ്ഞിരുന്നോ അതോ ബയോളജിക്കൽ ഓക്സിഡേഷൻ ആയിരുന്നോ? ബയോളജിക്കൽ. യെസ്, അതിൽ ബയോളജിക്കൽ ഓക്സിഡേഷൻ എന്നാണ് പറഞ്ഞിരുന്നത്. ബയോകെമിക്കൽ ഓക്സിഡേഷൻ ഓഫ് ഇൻഓർഗാനിക് മെറ്റീരിയൽസ്.
ഇവിടെ ഇനേർട്ട് ആയിട്ടുള്ള മെറ്റീരിയൽസിന്റെ ഓക്സിഡേഷനും കൂടെ നടക്കുന്നു. Therefore, value of COD is higher than BOD. BODയും COD തമ്മിലുള്ള ഒരു കമ്പാരിസൺ ആണ് അത്. വാല്യൂ ഓഫ് COD is greater than വാല്യൂ ഓഫ് BOD. Then BOD മെഷർമെന്റിന് എത്ര ഡേയ്സ് റിക്വയർഡ് ആയിരുന്നു? BOD മെഷർമെന്റിന് ഇൻക്യുബേഷൻ 5 days. Yes, I will. 5 days incubation period required ആയിരുന്നു. COD മെഷർമെന്റിന് we require only 3 hours. Only 3 hours are required for COD measurement. ഞാൻ പറഞ്ഞു കഴിഞ്ഞ S1 ചോദിച്ച ക്വസ്റ്റ്യൻ CODയും BODയും തമ്മിലുള്ള കമ്പാരിസൺ ആയിരുന്നു. ഈ ഒരു ഏരിയയിൽ നിന്ന് ഡിസോൾവ്ഡ് ഓക്സിജൻ, BOD, COD ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാം. എന്താ നമ്മൾ പറഞ്ഞേ? DOയുടെ മെഷർമെന്റ് അതെങ്ങനെയാണ്? ഇംഗ്ലേഴ്സ് മെത്തേഡ് പറഞ്ഞു. BODയുടെ മെഷർമെന്റും കണ്ടു. നെക്സ്റ്റ് CODയുടെ മെഷർമെന്റ്. ഹൗ ടു എസ്റ്റിമേറ്റ് COD? സീവേജ് വാട്ടറിലുള്ള ഓർഗാനിക് മാറ്റേഴ്സിന്റെ ഓക്സിഡേഷൻ ആണ്. സോ വി ഹാവ് ടു ടേക്ക് നോൺ വോളിയം ഓഫ് സീവേജ് വാട്ടർ സാമ്പിൾ. സീവേജ് വാട്ടറിലുള്ള ഓർഗാനിക് മാറ്ററിന്റെ ഓക്സിഡേഷൻ ആണ്. അതുകൊണ്ട് ഒരു നോൺ വോളിയം സീവേജ് വാട്ടർ സാമ്പിൾ കളക്ട് ചെയ്യുന്നു, എടുക്കുന്നു. അത് റിഫ്ലക്സ് ഇറ്റ് വിത്ത് ഫിക്സഡ് വോളിയം ഓഫ് സ്റ്റാൻഡേർഡ് പൊട്ടാസ്യം ഡൈക്രോമേറ്റ് സൊല്യൂഷൻ and dilute sulfuric acid. Reflux it means heat ചെയ്യാം, കണ്ടിന്യൂസ് ആയിട്ട് ഹീറ്റ് ചെയ്യാം. with fixed volume of standard potassium dichromate K2Cr2O7 solution. അതിലെ ഫിക്സഡ് വോളിയം അത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഫിക്സഡ് വോളിയം ഓഫ് സ്റ്റാൻഡേർഡ് പൊട്ടാസ്യം ഡൈക്രോമേറ്റ് സൊല്യൂഷൻ ആൻഡ് ഡൈല്യൂട്ട് സൾഫ്യൂരിക് ആസിഡ്. സോ ആസിഡിക് മീഡിയം ആണ്. In the presence of Ag2SO4 silver sulfate catalyst for 1.5 hours. ആ റിഫ്ലക്സിന് ശേഷം അൺറിയാക്റ്റഡ് ആയിട്ട് വരുന്ന റിഫ്ലക്സിങ്ങിന് ശേഷം അൺറിയാക്റ്റഡ് ആയിട്ട് വരുന്ന K2Cr2O7. Unreacted K2Cr2O7 is titrated against standard more salt. Is titrated against standard more salt solution. More salt ആണ് ferrous ammonium sulfate. അതാണ് more salt. Then ഈ ടൈട്രേഷനിൽ നിന്നുള്ള വാല്യൂസ് യൂസ് ചെയ്തിട്ടാണ് CODയുടെ കാൽക്കുലേഷൻ വരുന്നത്. അതിനു മുമ്പ് എങ്ങനെ ഈ മോർ സോൾട്ട് സൊല്യൂഷനെ സ്റ്റാൻഡേർഡൈസ് ചെയ്യാം? Blank titration is performed by titrating non-volume of acidified K2Cr2O7 with ferrous ammonium sulfate. എന്താണ് നമ്മൾ ഇവിടെ ചെയ്തത്? ഒരു നോൺ വോളിയം സീവേജ് വാട്ടർ എടുത്തു. ആ സീവേജ് വാട്ടർ സാമ്പിളും ഒരു ഫിക്സഡ് വോളിയം സ്റ്റാൻഡേർഡൈസ് ചെയ്ത പൊട്ടാസ്യം ഡൈക്രോമേറ്റ് K2Cr2O7 സൊല്യൂഷനും അസിഡിക് മീഡിയത്തിൽ ഡൈല്യൂട്ട് സൾഫ്യൂരിക് ആസിഡിന്റെ പ്രസൻസിൽ Ag2SO4 കാറ്റലിസ്റ്റ് യൂസ് ചെയ്ത് 1.5 hours റിഫ്ലക്സ് ചെയ്തു. ആ റിഫ്ലക്സിംഗ് റിയാക്ഷനിൽ നിന്ന് റിയാക്ട് ചെയ്യാതെ ബാക്കി വരുന്ന അൺറിയാക്റ്റഡ് K2Cr2O7 സ്റ്റാൻഡേർഡ് മോർ സോൾട്ട് സൊല്യൂഷനും ടൈട്രേറ്റ് ചെയ്യുന്നു. എങ്ങനെയാണ് ഈ മോർ സോൾട്ട് സൊല്യൂഷനെ സ്റ്റാൻഡേർഡൈസ് ചെയ്യുന്നത്? ഒരു നോൺ വോളിയം അസിഡിഫൈഡ് K2Cr2O7 അസിഡിഫൈഡ് പൊട്ടാസ്യം ഡൈക്രോമേറ്റ് സൊല്യൂഷൻ ഫെറസ് അമോണിയം സൾഫേറ്റുമായിട്ട് ടൈട്രേറ്റ് ചെയ്തിട്ടാണ് മോർ സോൾട്ട് സൊല്യൂഷനെ സ്റ്റാൻഡേർഡൈസ് ചെയ്യുന്നത്.
ഇനി എങ്ങനെ COD കാൽക്കുലേറ്റ് ചെയ്യാം, അതിന്റെ ഇക്വേഷൻ. ആ പ്രോസസ്സ് ക്ലിയർ ആണല്ലോ അല്ലേ? റിഫ്ലക്സിങ് അൺറിയാക്റ്റഡ് K2Cr2O7 മോർ സോൾട്ട് സൊല്യൂഷനും തമ്മിലുള്ള ടൈട്രേഷൻ. Then this equation. ഈ ഇക്വേഷനും നോട്ട് ചെയ്യുക, അത് യൂസ് ചെയ്തിട്ടുള്ള ന്യൂമറിക്കൽസ് ചോദിക്കാം. COD in milligram per liter equal to V1 minus V2 divided by VE into N into 8 into 1000. V1 minus V2 divided by VE into N into 8 into 1000. എന്താണ് V1, V2, VE, N? V1 is the volume of more salt used by the blank. ആ സ്റ്റാൻഡേർഡൈസ് ചെയ്യുന്ന ടൈട്രേഷന് വേണ്ടി യൂസ് ചെയ്യുന്ന മോർ സോൾട്ട് സൊല്യൂഷന്റെ വോളിയാണ് V1. ബ്ലാങ്ക് ടൈട്രേഷന് യൂസ് ചെയ്യുന്ന മോർ സോൾട്ട് സൊല്യൂഷന്റെ വോളിയാണ് V1. വാട്ട് ഇസ് V2? ദിസ് വോളിയം ഓഫ് ടെസ്റ്റ് സാമ്പിൾ, നമ്മൾ യൂസ് ചെയ്യുന്ന സീവേജ് വാട്ടറിന്റെ വോളിയം. Then VE. VE is the volume of effluent sample taken for the test. Unreacted ആയിട്ട് കിടക്കുന്ന K2Cr2O7. And normality of more salt solution. പറഞ്ഞപ്പോ തിരിഞ്ഞുപോയി. വോളിയം ഓഫ് ടെസ്റ്റ് സാമ്പിൾ അൺറിയാക്റ്റഡ് ആയിട്ടുള്ള K2Cr2O7 ആണ്. VE എന്ന് പറയുന്നത് സീവേജ് വാട്ടർ ആണ്. തിരിച്ചിട്ടാ പറഞ്ഞെന്ന് തോന്നുന്നു. ഇക്വേഷൻ നോട്ട് ചെയ്തല്ലോ അല്ലേ? ക്വസ്റ്റ്യൻ എഴുതിക്കോളൂ. (25 ml wastewater was mixed with 25 ml of K2Cr2O7 acidified and refluxed. The unreacted K2Cr2O7 required 8.2 ml of ferrous ammonium sulfate. That is our more salt. In blank titration, 25 ml of K2Cr2O7 required 16.4 ml of 0.2 normal FAS. FAS എന്ന് പറയുന്നത് ഫെറസ് അമോണിയം സൾഫേറ്റ് ആണ് കേട്ടോ. വൺസ് ഫെറസ് അമോണിയം സൾഫേറ്റ് എഴുതിയിട്ടുണ്ട്, അതുകൊണ്ട് FAS എന്ന് എഴുതിയതാണ്. Calculate the COD of wastewater. Calculate COD of wastewater. വാല്യൂസ് കിട്ടിയോ? ഏതാണ് V1, ഏതാണ് V2, ഏതാണ് VE, എന്താണ് N? വാല്യൂസ് കിട്ടിയോ? N എന്താണ്? N ഈക്വൽ ടു, അത് സിമ്പിൾ ആണല്ലോ. N ഈക്വൽ ടു
കുറെ അധികം വാല്യൂസ് വരുന്നുണ്ട്, കൺഫ്യൂസ്ഡ് ആവുമോ? നിങ്ങളെവിടെ? n equal to normality of Morse-Salt solution n. നിങ്ങൾ ചെയ്യുവാണോ പ്രോബ്ലം? നിങ്ങൾക്ക് വാല്യൂസിൽ ഡൗട്ട് ഒന്നുമില്ല? ഏതാണ് V1, ഏതാണ് V2, ഏതാണ് VE? ഡൗട്ട് ഒന്നുമില്ല? n എന്താണ്? നോർമാലിറ്റി. അത് എത്രയാ? m equal to 0.2. yes, n equal to 0.2. n എന്ന് പറയുന്നത് നോർമാലിറ്റി ഓഫ് ഫെറസ് അമോണിയം സൾഫേറ്റ് മോർസ് സോൾട്ട് ആയിരുന്നു. ഇസ് ഗിവൺ ആസ് 0.2 n. V1 എന്തായിരുന്നു? Volume of Morse salt. Yes, volume of Morse salt used for blank titration. Blank titration യൂസ് ചെയ്ത മോർസ് സോൾട്ടിന്റെ വോളിയം എത്രയാണ്? 16.4. 25 അല്ല, ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഇൻ ബ്ലാങ്ക് ടൈട്രേഷൻ 16.4. yes, 25 ml of K2Cr2O7 required 16.4 ml of 0.2 normal FAS. So this is V1, volume of Morse salt used for blank titration. V1 80. V2, V2, volume of test sample. എത്രയാണ് ഇതിൽ വരുന്നത്? 25. 25 അല്ല, ഞാൻ നേരത്തെ അവിടെ മാറിപ്പോയി എന്ന് പറഞ്ഞു. Unreacted K2Cr2O7. Unreacted K2Cr2O7 ഫെറസ് അമോണിയം സൾഫേറ്റും തമ്മിലാണ് ടൈട്രേഷൻ അല്ലേ? ആ അൺറിയാക്റ്റഡ് K2Cr2O7 വോളിയാണ് V2. ഇനി VE എന്താണ്? ഇതാണ് നമ്മുടെ ടെസ്റ്റ് സാമ്പിൾ. ഇതാണ് ടെസ്റ്റ് സാമ്പിൾ. VE എന്തായിരുന്നു? എഫ്ലുവന്റിന്റെ വോളിയം. നേരത്തെ പറഞ്ഞത് മാറിപ്പോയിരുന്നു അല്ലെ? കൺഫ്യൂഷൻ ആയോ? VE എഫ്ലുവന്റ് ടെസ്റ്റിന് വേണ്ടി എടുക്കുന്ന എഫ്ലുവന്റ് സാമ്പിളിന്റെ വോളിയം. എഫ്ലുവന്റ് 25 ml. അത് എവിടെയാണ്? അതേതാണ്? 25 ml K2Cr2O7 ആണോ 25 ml വേസ്റ്റ് വാട്ടർ ആണോ? ടെസ്റ്റിന് വേണ്ടി എടുക്കുന്ന എഫ്ലുവന്റ് സാമ്പിൾ. $25 ml. VE equal to 25 ml. ഇനി ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തൂടെ? ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തൂടെ? ഇക്വേഷൻ V1 minus V2 divided by VE
into n into 8 into 1000. 528.4 unit. യൂണിറ്റ് എഴുതിയോ അർജുനെ? നമ്മൾ പറഞ്ഞു യൂണിറ്റ് ഏതായിരുന്നു? മില്ലിഗ്രാം പെർ ലിറ്റർ ഓർ പി പി എമ്മിലാണ് യൂണിറ്റ് പറയുന്നതെന്ന് പറഞ്ഞു. സോ 524.8 milligram per liter. ഏതെങ്കിലും ക്വസ്റ്റ്യൻ ക്ലിയർ ആവാതെ ഉണ്ടോ?